പക്ഷേ എന്താ ഈ ഒറീസയിൽ എന്താ സംഭവിക്കുന്നത്? ഒഡീഷ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഇസ്ലാമിക രാജ്യത്തിനുള്ളൊരു കോപ്പ് കൂട്ടൽ അവിടെ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഒഡീഷയിൽ എനിക്ക് തോന്നുന്നു നവീൻ പട്നായിക് ആയിരുന്നു അല്ലേ? അവിടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വലിയ കോൺട്രവേഴ്സി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് പുള്ളി ഇത്തവണ താഴെ ഇറങ്ങി BJP അവിടെ അധികാരത്തിൽ. അതെ BJP അവിടെ അധികാരത്തിലെത്തി. ഒരു ഗോത്ര സംസ്ഥാനമാണെന്ന് എനിക്ക് തോന്നുന്നു, ഗോത്ര വിഭാഗങ്ങൾ കൂടുതലുള്ള സംസ്ഥാനമാണെന്ന് തോന്നുന്നു. അവിടെ ഇപ്പോൾ വനം കയ്യേറ്റം നടക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഇസ്ലാമിസ്റ്റുകളാണെന്നും അവർ അവിടെ ഒരു ഇസ്ലാമിക രാജ്യം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണെന്നും കേൾക്കുന്നു. എന്താണ് വസ്തുത? അല്ല, അത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ട് പോകുന്നത്. ഇത് ആർക്കും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു ഇതിൻ്റെ പോക്കുകൾ. അതായത് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഈ ആൾക്കാർ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ഉരുത്തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒഡീഷയിൽ 100 ഏക്കർ വനപ്രദേശം വെട്ടിത്തെളിച്ച് അതിനകത്തൊരു ഗ്രാമം ഉണ്ടാക്കി. ഈ ഗ്രാമത്തിലേക്ക് 9 ലക്ഷം രൂപ വഴി വെട്ടുന്നതിന് വേണ്ടി ഒഡീഷയുടെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം അനുവദിച്ചു കൊടുത്തപ്പോൾ അത് വെളിയിലറിയുന്നത് ചർച്ചയാവുന്നു. അപ്പോൾ ആദ്യമേ ഈ നമ്മുടെ ഈ പരിസ്ഥിതി അവരുണ്ടല്ലോ, അവർ ഈ നമ്മുടെ ഗവൺമെൻറ് ഭാഗമായിട്ടുള്ള അതിൻ്റെ ഈ ഹരിത ട്രൈബ്യൂണൽ കേസാക്കി. ഇപ്പോൾ അത് പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ നോക്കിയപ്പോൾ 100 ഏക്കറിനകത്ത് ഒരു നമ്മളീ പറയത്തില്ലേ ഒരു ഗ്രാമം ഉണ്ടാക്കി. 100 ഏക്കർ എന്ന് പറയാൻ അറിയാമല്ലോ എന്തും വേണ്ടി ഉണ്ടെന്ന്. അതിനകത്ത് ബിൽഡിങ്ങുകൾ, ഈ എല്ലാ സംവിധാനങ്ങളോടും കൂടി ഉള്ള കാര്യം അവരുടെ ആൾക്കാർ മാത്രം. അതായത് അതിനകത്ത് അവരുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും സംവിധാനങ്ങളും എല്ലാവരും അവരുടെ ആൾക്കാർ അവരുടെ ഒരു രാജ്യമായിട്ട്, അതായത് ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് തന്നെ അതിൻ്റെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ റൂൾ കാര്യങ്ങളും എല്ലാമായിട്ട്. പിന്നെ അതിനകത്ത് എന്ത് നടന്നാലും അറിയത്തില്ല. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഇതുവല്ലതും നടക്കുമോ. ഇപ്പം അറേബ്യൻ രാജ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാനും അന്വേഷണത്തിലേ പറഞ്ഞു. അപ്പം ലെബനോനിൽ കണ്ടോ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ള അവിടെ കാര്യം കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോക്സികളായിട്ടുള്ള മറ്റേ യമനിൽ കണ്ടോ ഹൂത്തികളാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവിടുത്തെ സംവിധാനത്തിൻ്റെ കുഴപ്പമല്ലേ? ഇവിടെ ഇപ്പോൾ ഇതെന്തോ ഇതുപോലത്തെ ഞാൻ ചോദിച്ചിട്ട് ഇതിപ്പോൾ നേരത്തെ ഇങ്ങനത്തെ ഒരു ആക്ഷേപം വന്നതാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ പമ്പ ശബരിമല വനത്തിനകത്ത് PFIയുടെ ട്രെയിനിങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് NIA വന്നിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അത് പിന്നെ വനത്തിനകത്ത് ട്രെയിനിങ് നടക്കുന്നേ ഉള്ളൂ. ഇതുവരെ ഗ്രാമം പിടിച്ചിടക്കി സംവിധാനങ്ങളുണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു. അവിടെ ഇന്നടത്ത് വെച്ച് ട്രെയിനിങ് നടക്കുന്നത് അതിൻ്റെ തെളിവുകൾ കിട്ടി, അല്ലെങ്കിൽ ആരോ ഇൻഫർമേഷൻ കൊടുത്ത് വന്ന് നോക്കിയപ്പോൾ ശരിയാണെന്ന്. മാത്രമേ പണ്ട് മലപ്പുറത്ത് ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഒരു 10-20 കൊല്ലം മുമ്പ് NIA വന്ന് കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയതറിയാമോ? ഈ അറിയാം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അതിനൊക്കെ അപ്പുറം, അത് പാത്തും ഒളിച്ചും പാത്തും ചെയ്തിട്ടുണ്ട്, ആരാണ്ട് കൊടുത്തെന്ന് പറയാം. ഇതിനൊക്കെ അപ്പുറമായിട്ട് ഇത് പരസ്യമായിട്ടൊരു ഗ്രാമം തന്നെ പറയും. ഇത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഇതുപോലുള്ള സംവിധാനങ്ങൾ പിന്നെ ഗവൺമെന്റ് അറിയാതെ എങ്ങനെ 100 ഏക്കർ സ്ഥലം വനഭൂമിയുടെ നിയമം ലംഘിച്ച് 100 ഏക്കർ സ്ഥലം വെട്ടിത്തെളിക്കുന്നേ? അവിടെ എങ്ങനെ കെട്ടിടങ്ങൾ പണിയുന്നേ? അവിടെ എങ്ങനെ പൈപ്പ് ലൈൻ വരുന്നേ? അവിടെ എങ്ങനെ കറണ്ട് വരുന്നേ? അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഗവൺമെന്റ് അറിയാവുന്ന പിന്നെ അവിടെ വഴി കൂടെ വെട്ടാൻ, ഈ വഴി വെട്ടാനുള്ള പൈസ അനുവദിച്ചപ്പോഴാണ്, വഴി വന്നപ്പോഴാണ് ഇത് പരസ്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങി. അന്നേരം ഹരിത ട്രൈബ്യൂണൽ ഇതാക്കി. ഇപ്പോൾ പിന്നെ കേന്ദ്രം ഏജൻസി ഭരണം കൂടെ മാറിയില്ലേ BJPയുടെ. അവിടുത്തെ ഒരു അമ്പലത്തിലെ ഏറ്റവും വലിയൊരു ധനുഷ് പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു ക്ഷേത്രത്തിലെ കൊള്ളയുടെ ഭാഗപ്പെടുത്താണ് ആ ഭരണം പോലും ഈ പ്രാവശ്യം പോയത്. അതായത് പണ്ട് ഇതാ നടന്നുകൊണ്ടിരുന്നത്. പണ്ട് ഈ പറഞ്ഞതുപോലെ ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് നമുക്ക് വളരെ ഉറക്കെ പറയാൻ പറ്റുന്ന ഈ പറഞ്ഞ ഈ മുസ്ലിം രാജാക്കന്മാരില്ലേ, അതായത് മുഗൾ രാജാക്കന്മാർ, ഇവർ ആദ്യത്തെ ഇസ്ലാമിസ്റ്റുകളാണ്. അതിന് മുഗൾ രാജാക്കന്മാർ ഇവിടെ കണ്ടൊക്കെ കൊണ്ടുവന്നു. ഇവിടെ പെണ്ണുങ്ങളെ മുണ്ടുടിപ്പിച്ചു. പെണ്ണുങ്ങൾ കഴിഞ്ഞ ദിവസം ഒരാളുടെ പ്രസംഗം കേട്ടു. മുഗൾ രാജാവ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇവിടുത്തെ പെണ്ണുങ്ങൾ താഴെ വരെയുള്ള വസ്ത്രമേ എടുത്തുള്ളൂ. അദ്ദേഹം ഉണ്ടാക്കിയ ആദ്യത്തെ ഇത് നിയമം എന്ന് പറഞ്ഞാൽ മേളിലോട്ട് വസ്ത്രം ഉടുപ്പിച്ചു പറഞ്ഞു. ഇതുപോലെ അവൻ്റെ കാണിച്ച തോന്നിവാസം അവൻ ആൾക്കാരെ നിർത്തി കത്തിക്ക് മുന്നിൽ നിർത്തി എഴുതി വെച്ചിരിക്കുന്നത് ഇന്നും അച്ചാരം മേടിച്ച് പ്രസംഗിക്കാൻ ആൾ നിൽക്കുന്ന രാജ്യം ഇന്ത്യ മഹാരാജ്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിനുവേണ്ടി ഇപ്പോഴും ആ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ കോപ്പുകൂട്ടലിലേക്ക് പോവുക. ഇത് പണ്ട് ഇവന്മാർ കൊള്ളയടിച്ചത് നമ്മുടെ ഈ അമ്പലങ്ങൾ മൊത്തവും കൊള്ളയടിക്കാൻ പറ്റാത്ത സിസ്റ്റത്തിലേക്ക് കൊള്ളയടിക്കുമെന്ന് കണ്ട് പണിഞ്ഞു വെച്ച പത്മനാഭ സ്വാമി ക്ഷേത്രം ഇതിനകത്ത് കയറാൻ ഇവന്മാർക്ക് അറിയത്തില്ല. അറിവുകൊണ്ട് മാത്രമേ ഇരുന്ന് പോയതാ. ഇവിടുത്തെ ബാക്കിയുള്ള ഇത് ഈ പുരി ക്ഷേത്രത്തിൽ ഇപ്പം ഈ അന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയവരുടെ ബാക്കി ഭാഗം ഇവിടെ നിൽക്കുവാണല്ലോ. അന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ അതേ സ്വഭാവമുള്ള അതേ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ബ്രിട്ടീഷുകാരൻ്റെ ഭാഗമായിട്ടുള്ളവർ ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. ഇന്ത്യയിലാണേ ഉള്ളൂ, ഇന്ത്യക്കാരനാണേ ഉള്ളൂ, കൊളോണിയൽ മൈൻഡ് സെറ്റ് ഉള്ള. മറ്റേ
ഈ പറഞ്ഞ മുസ്ലിം രാജാക്കന്മാരുടെ ഭാഗം ഇവിടെ നിൽപ്പുണ്ട്. അവന്മാർ ഈ അമ്പലം കൊള്ളയടിക്കാൻ നിൽക്കുമോ? അമ്പലം പരുവം കിട്ടിയാൽ നശിപ്പിക്കാൻ നിൽക്കുമോ? ഇതിനുള്ള സംവിധാനങ്ങൾ ഇവരുടെ കൂടെ നിന്നാൽ ഭരണാധികാരികൾ കിട്ടുന്നതുകൊണ്ടും അല്ലെങ്കിൽ ആ കെയർ ഓഫിൽ ആ ഭരണം നിലനിർത്തി പോകാൻ സാധിക്കുന്നതുകൊണ്ടും പലതും ഇത്തരത്തിലുള്ള ഭരണാധികാരികളുള്ള ഡൽഹിയിൽ നിങ്ങൾക്കറിയാം ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്. 1000 ഏക്കർ സ്ഥലം കണ്ടുണ്ട്. അതിൻ്റെ അകത്ത് നടക്കുന്ന കോളനിയും അതിനകത്ത് പാകിസ്ഥാനിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ അറിയോ? ഈ CA സമരത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് അതിൻ്റെ പ്രൊമോഷൻ കിട്ടിയെന്ന് നിങ്ങൾക്കറിയോ? അവിടെ നിന്നായിരുന്നു ആ യൂണിവേഴ്സിറ്റി. അതായത് ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും കുടിയേറി എന്ന് പറഞ്ഞിരിക്കുന്നവർ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ ഇതുള്ളവരല്ല, അല്ലെങ്കിൽ നമ്മുടെ അംഗത്വമുള്ളവരല്ല. ഇതുപോലെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാൻ അത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട് ഇവിടെ താമസിക്കുന്നവരുണ്ട്. അത്രയ്ക്ക് അവർക്ക് വേണ്ട സംവിധാനങ്ങളും മറച്ചു പിടിക്കും. ഇതുകൊണ്ടാണ് CA വന്നപ്പോൾ ഇവിടെ ഉള്ളവന് മൊത്തം കൊടുക്കണമെന്ന് പറയുന്നത്. കാരണം ഈ ഇപ്പോഴും ഇവിടെ താമസിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഗണപതിയുടെ ആഘോഷം വരുമ്പോൾ എറിയുന്ന, ശ്രീകൃഷ്ണ ജയന്തിക്ക് എറിയുന്ന, ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ നിർത്തിയിരിക്കുന്ന ഈ ഇസ്ലാമിസ്റ്റുകൾ, അതായത് ഈ ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള ഇതില്ല, അംഗത്വം ഇല്ല, അവർ നിർത്തിയിട്ടുണ്ട്. അവരെ ആ അംഗത്വം കൂടെ ആക്കി എടുത്താൽ മതിയല്ലോ. ഇവരെ താമസിപ്പിക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ നാളെ കാലത്തെ വക്കഭൂമി ഉപയോഗിക്കാം. കാരണം വക്കഭൂമി യഥാർത്ഥ മുസ്ലിങ്ങളുടെ കയ്യിലല്ല നിൽക്കുന്നത്, ഈ കൊള്ളക്കാരുടെ കയ്യിൽ തന്നെ നിൽക്കുന്നത്. ഈ കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യദ്രോഹികളും യുവമാരും എല്ലാം ഒരേ ടൈപ്പാണല്ലോ. ഇത് ഉപയോഗിക്കുന്നവരെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചാൽ പോരെ. ഇതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇവിടെയിലായി. ഈ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ചാൽ നാളെ കാലത്തെ ഒരു കലാപം ഉരുത്തിപ്പിക്കാൻ എന്തോ പാട്. ഇൻഫർമേഷൻ കൊടുത്താൽ പോരെ. ഇവിടുത്തെ PFIക്കാരൻ മുള്ളുവേലിയുടെ നമ്പരാന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ച നമ്പറിൽ വിളിക്കുമ്പോൾ അവനൊരു സെക്കൻഡ് കൊണ്ട് 1000 എണ്ണം വരുമെങ്കിൽ ഇതുപോലെല്ലാം ഉരുത്തിരിച്ച് വെച്ചാൽ 2047 ഇവിടെ ഇന്ത്യ പിടിക്കാൻ പറ്റത്തില്ലെന്ന് ആരാ പറഞ്ഞേ? ഇന്ത്യ പിടിക്കാൻ വേണ്ടി PFIക്കാരൻ മെൽറ്റൺ ഗ്രൂപ്പിനെ ഉരുത്തിരിച്ചു ഇന്ത്യയിലുടനീളം. PFIക്കാരൻ വക്കഫിന്റെ യൂറോപ്പിൽ ഭൂമി മൊത്തം പിടിച്ചെടുക്കുന്നു. ഇതേ രീതിയിൽ കാര്യങ്ങൾ 4 സൈഡിൽ നിന്നും ആരും അറിയാതെ ഉരുത്തിരിഞ്ഞപ്പോൾ ഇപ്പം നരേന്ദ്രമോദി വന്നപ്പോൾ ഇപ്പം ഈ 25 കൊല്ലം കൊണ്ട് ഇത് ഭരിച്ചത് നവീൻ പട്നായിക്കാണ്, മോദിയുടെ കയ്യിലല്ല. ഇത് ഇപ്പം മോദി BJP വന്നപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. ഇതുപോലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ട് ഉള്ളൊരു സംസ്ഥാനമുണ്ട് ഇവിടെ, അറിയോ? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ കയ്യിൽ നിന്ന് മാറ്റി നോക്കുമ്പോൾ അറിയാം അവിടെ എത്രത്തോളം പാകിസ്ഥാനായിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ എത്രത്തോളം ബംഗ്ലാദേശുണ്ടെന്ന്, എത്രത്തോളം ഇന്ത്യക്ക് പുറത്തു വന്ന ആൾക്കാരുണ്ടെന്ന്, എത്രത്തോളം കലാപത്തിന് ആഹ്വാനം കൊടുത്താൽ ഇന്ത്യയുടെ നെഞ്ചത്ത് വെട്ടാൻ തയ്യാറായി നിൽക്കുന്ന എത്രത്തോളം ആൾക്കാരുണ്ടെന്ന് അവർക്കറിയാം. അവർക്ക് ഇന്ത്യയോട് സ്നേഹമുള്ള സ്ത്രീയല്ല, അവർക്ക് ആ പ്രദേശം മാറ്റി ഒരു രാജ്യമാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പശ്ചിമ ബംഗാൾ. അത് അതിനുവേണ്ടിയുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4, 5, 6 ജില്ല പൂർണ്ണമായിട്ടും ഇവരുടെ കയ്യിലായി. അതായത് ബംഗ്ലാദേശി മുസ്ലിങ്ങളുടെ കയ്യിൽ മാത്രമായി. അതുകൊണ്ട് അവിടെ വേറെ ആൾക്കാർക്ക് താമസിക്കാൻ വയ്യ. കഴിഞ്ഞ ഒരു പ്രാവശ്യം അവിടുത്തെ ഒരു MP പറഞ്ഞ കേട്ടില്ലേ, ഒരു സ്ത്രീയും പുരുഷനോടെ അല്ലെങ്കിൽ സ്നേഹമായി മുസ്ലിം രാജ്യത്തൊന്നും പറ്റത്തില്ലെന്ന് പൂർണ്ണ നഗ്നനാക്കിയിട്ട് MP ഉൾപ്പെടെ നടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം 7-ാം നൂറ്റാണ്ടിലെ നിയമം. ഏത് നിയമം? ശരീഅത്ത് നിയമം. ശരീഅത്ത് നിയമം അവിടെ നടപ്പാക്കി തുടങ്ങി. ഇന്ത്യ മഹാരാജ്യത്ത് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ശരീഅത്ത് നിയമം നടപ്പാക്കി തുടങ്ങി. ഇവിടെ ശരീഅത്ത് നിയമം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് ശരീഅത്ത് നിയമം വരുമെന്ന് അറിയത്തില്ല. കേരളത്തിലെ അവസ്ഥ എന്തോ? ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഹമാസും ഹിസ്ബുള്ളയും അല്ലെങ്കിൽ ലോകത്ത് ബദർപുട്ട് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള തീവ്ര അല്ലെങ്കിൽ ഭീകര സംഘടനകളുടെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും അല്ലെങ്കിൽ അതിന് യൂണിറ്റ് ഉള്ളതും കേരളത്തിലില്ലേ? അല്ല, നിങ്ങളൊന്ന് അല്ല പറ, അല്ലെങ്കിൽ അല്ലെന്ന് പറ. കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ഇവിടെ അല്ലേ യൂണിറ്റ് ഉള്ളത്? ഇസ്രായേലിനെ കയറി അടിച്ച് അവർ അവിടെ നിലനിൽപ്പ് വേണ്ടി തിരിച്ചടിച്ച് അവരുടെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇവിടെ ഉള്ളവന്മാരുടെ മോഹങ്ങൾ നമ്മൾ കാണുന്നതല്ലേ? അല്ലെങ്കിൽ ഒരു മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലും അതിൻ്റെ പുറകെ നിൽക്കുന്ന ആൾക്കാരുടെ മോഹങ്ങളും ചില ഇതിനകത്തൊക്കെ വന്ന് കമൻറ്റ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്തോ കമൻറ്റാണ് അടിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം ചീത്തയാണ് പറയുന്നത്. പിന്നെ തന്തയ്ക്ക് അവൻ നോക്കുമ്പോൾ അവന്മാർക്ക് തന്തയില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ തന്തയുള്ളവരായതുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല. മനസ്സിലാവും? ഇതേലുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഇല്ലേ ഓരോ ടോക്കിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ എവിടൊക്കെ ഇതുപോലെ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ടെന്നുള്ളത് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴും മണിപ്പൂരിൽ നടക്കുന്നത് എന്തോ? മണിപ്പൂരിൽ ഇതിൻ്റെ വേറെ മുഖമല്ലേ നടക്കുന്നത്? മണിപ്പൂരിൽ അവിടെ നടക്കുന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ പിറകിൽ അവിടുത്തെ ആൾക്കാരല്ല, അപ്പുറത്തുനിന്ന് മ്യാൻമറിൽ നിന്ന് കയറിയേക്കുന്ന തീവ്ര സംഘടനകളാണ്. അത് ഈ കുക്കി വിഭാഗത്തിലുള്ളവർ അവിടെ ഉണ്ട്. അവന്മാർ ഇവിടെ കയറി വേളം ഉണ്ടായിക്കൊണ്ടിരിക്കുക, ആയുധം കൊണ്ട് കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ അവിടെ
കെയർ മിസൈൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അവിടെ ഡ്രോൺ ഉണ്ടാക്കി. അവിടെ ഇയാൾ സ്വർണ്ണത്തിൻ്റെ കട ഉണ്ടാക്കാൻ പോയത്. അവിടെ ഈ സ്നേഹത്തിൻ്റെ കട ഉണ്ടാക്കാൻ ഈ ഇവിടെ വയനാട്ടിൽ മാത്രം വന്ന് മത്സരിച്ചാൽ ജയിക്കുന്ന രാഹുൽ ഗാന്ധിയും അതിന് കൂടുതൽ സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്തക്കട ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം പ്രിയങ്ക ഗാന്ധിയും കൂടെ വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിലുടനീളമുള്ള ആൾക്കാർക്ക് ഇവൻ്റെയൊക്കെ സ്നേഹത്തിൻ്റെ കട എന്താണെന്ന് മനസ്സിലാക്കി ഇവനെയൊക്കെ മാറി നിൽക്കണമെന്ന് പറയുന്ന സമയത്ത് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന തീവ്ര സ്വഭാവമുള്ളവരും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ നിൽക്കുന്ന കേരളത്തിൽ വയനാട്ടിൽ വന്ന് നിന്നേക്കുക. പുള്ളി ഒരു സ്നേഹത്തിൻ്റെ കട ആദ്യം തുറന്ന് പുള്ളിയെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി അങ്ങോട്ട് യുപിയിലോട്ട് തൽക്കാലം സ്ഥാപിച്ചേക്കുക. ഇപ്പോൾ പെങ്ങളെ കൊണ്ട് സ്നേഹത്തിൻ്റെ കട തുറക്കുമെന്ന് തോന്നുന്നു. എന്നാലും പഴയ പോലെ കച്ചവടം ഇല്ലായിരുന്നു, തുറക്കുമെന്ന് തോന്നുന്നു. ഇനി പെങ്ങളുടെ മോനും കൂടെ വന്നിട്ടുണ്ട്. കാരണം മണ്ഡലം നേരത്തെ കണ്ടുപോയി. കാരണം ഇവരുടെ കട അങ്ങോട്ട് മാറ്റുമ്പോഴേ മോനെ മത്സരിപ്പിക്കാം. ഇതാ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ, കരുതലോട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം പിടിക്കുന്നതിൻ്റെ സംവിധാനം 2047 ഇപ്പം ചിലപ്പോഴൊക്കെ ഞാനൊക്കെ എന്തെങ്കിലും ഇതുപോലെ കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ ധനുഷൊക്കെ ചോദിക്കും പിന്നെ നടക്കുമോ. ഇതതിൻ്റെ അവസ്ഥ എല്ലാ രീതിയിലും ഉരുത്തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 2014 മോദി അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ 2047 വരെ പോകത്തില്ല. അതിന് മുമ്പ് ഇവരിത് പിടിച്ചുകൊണ്ട് അതിൻ്റെ പാട്ടുപോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.